മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് പൊതുനിരത്തിൽ ഇറങ്ങി ഇങ്ങനെ ഒരു സംഭവം രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ നിന്ന് കളിച്ചാൽ നമ്മുടെ രാജ്യത്തും പ്രശ്നങ്ങളുണ്ടാവും, ആഭ്യന്തരപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതിനെ ഒഴിവാക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള നടപടി എടുക്കാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട്. അതും ജനാധിപത്യ രാജ്യത്തുണ്ട്, അത് അവർ ചെയ്യുന്നു. ഇവിടെ ഞാൻ കമ്മി വിരോധിയാണ്, പക്ഷെ ഞാൻ ഇതിനെ ഒന്നും ഇത് ചെയ്യത്തില്ല. കാരണം ഒരു തെട്ടൻ ഒഴിവാക്കാനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അത് മുമ്പ് നടന്നിട്ടുണ്ട്, അതിപ്പോ നടന്നു. അങ്ങനെ വേണം, അങ്ങനെ ആരും അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത്. നമുക്ക് സംസാരിക്കാം, ബയസ്ഡ് ആവാം, ഇറാനെ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാം, നോ പ്രോബ്ലം. അതിനൊന്നും നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ആരെങ്കിലും കൈയെടുത്ത് ഇറ്റ്സ് ഓക്കെ. പക്ഷെ പൊതുനിരത്തിൽ കൊണ്ടൊരു ഫ്ലാഗും പിടിച്ചോണ്ടൊക്കെ പോയി ഭീകരവാദിയായോ ആ സ്ത്രീ എങ്ങനെ ഭീകരിയായത്? എന്ത് അയാൾ പറഞ്ഞു ചേർത്തിട്ട് ബാക്കിയുള്ളവർക്ക് യാസർ അഹമ്മദ് എനിക്ക് തന്നിരുന്നോ? സംസാരിക്കുമ്പോൾ യാസർ അരുൺജി അതൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള നമ്മള് പരസ്പര സമ്മതത്തോട് മുന്നോട്ട് പോയില്ല. അല്ല, അതുകൊണ്ട് യാസർ പറയട്ടെ, അതുകൊണ്ട് ആ സ്ത്രീ ഭീകരവാദിയായോ? അത് യാസർ പറയുന്നില്ല. രണ്ടുപേര് വണ്ടി പോകല്ലേ, അടുത്ത ആളെ നിങ്ങൾ ടൈറ്റിലിട്ടവരോട് ചോദിക്കണം. സംസാരിക്കട്ടെ. നിർത്തണേ, ഞങ്ങള് സംസാരിക്കുന്നത്. മഹേഷ് ഭായ് ഈ റൂമിൽ തന്നെ ആണ്. മഹേഷ് ഭായ് അടുത്ത റൗണ്ടിൽ താങ്കൾക്ക് അവസരം തരാം, കാരണം താങ്കൾക്ക് അവസരം ഓക്കെ. അക്ഷയ് ഭായ് സംസാരിക്കും. ഇപ്പൊ ഈ യാസർ ഭായ് ഇങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നൈജീരിയയിൽ എത്രയോ ക്രിസ്ത്യാനികൾ മരിക്കുന്നുണ്ട്. ഉക്രൈൻ റഷ്യ യുദ്ധമൊക്കെ ഈ ഒക്ടോബർ 7 മുമ്പ് തുടങ്ങിയാണ്. സിറിയയില് ഐസിസ് ഏകദേശം 13 ലക്ഷം ഉണ്ടായിരുന്ന ക്രിസ്ത്യൻസ് 8 ലക്ഷത്തിന്റെ താഴെ, 8 ലക്ഷം പേര് മരിച്ചിപ്പോ 2 ലക്ഷത്തിന്റെ താഴെ ക്രിസ്ത്യാനികളുള്ളൂ. ഇതിന്റെ ഒന്നും പേരിൽ ഇന്ത്യയിൽ ഒരു പ്രക്ഷോഭം ഉണ്ടായില്ല, ഒരു പ്രൊട്ടസ്റ്റും ഉണ്ടായിട്ടില്ല. ഹമാസ് ഹ്യൂമാനിറ്റേറിയൻ റീസൺ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇതൊരു ഹ്യൂമാനിറ്റേറിയൻ റീസൺ അല്ല. കാരണം ഇവിടുത്തെ മുസ്ലിം നാമധാരികൾ മാത്രമാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അത് ഒരിക്കലും പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിലും വലിയ വയലൻസ് സമീപകാലത്ത് ഉണ്ടായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുമില്ല. ഇത് ഉമ്മത്തിന്റെ പേരിൽ നടക്കുന്ന ഒരു സപ്പോർട്ടാണ്. അവർക്കത് സപ്പോർട്ട് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അത് ഹ്യൂമാനിറ്റേറിയൻ കോസിന്റെ പേരിലാണെന്ന് പറഞ്ഞിട്ട് പെയിന്റ് അടിച്ചിട്ടാണ് വരുന്നത്. അപ്പോ സംഭവം പലസ്തീനിൽ നടക്കുന്ന, കുഞ്ഞുങ്ങൾക്ക് നടക്കുന്നതൊക്കെ മോശം സംഭവം തന്നെയാണ്. പക്ഷെ ഇതിനൊരു ഓൾട്ടറിയർ മോട്ടീവ് ഇത് ഉമ്മത്തിന്റെ പേരിലാണ് വരുന്നത്, ഹ്യൂമാനിറ്റേറിയൻ റീസണിലല്ല. അത് പല കാലത്തായിട്ട് നമുക്ക് സമീപത്ത് കാണാം. ഇതൊരു ഭയങ്കര പ്രശ്നമാണ്. കാരണം ഈ ഒക്ടോബർ 7 അറ്റാക്കിന് ശേഷം ഈ ഉമ്മത്ത് ചിന്തകൾ ഒരുപാട് മുസ്ലിങ്ങളിലേക്ക് എത്തിച്ച് റാഡിക്കലൈസ് ചെയ്യാൻ കുറെ പേര് ശ്രമിക്കുന്നുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. അത് നടക്കുന്ന ഇടയിൽ നമുക്ക് പലതവണ കാണാൻ വരുന്നത് പഹൽഗാം അറ്റാക്ക് നടന്ന ശേഷം ഈ പാകിസ്ഥാനെ നമ്മൾ തിരിച്ചടിച്ച സമയത്ത് അവര് മനുഷ്യരല്ലേ, അവർ അറ്റാക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞ് വന്ന അതേ ആൾക്കാർ ഇറാൻ ഇസ്രായേലിനെ അടിക്കുമ്പോൾ കൈയടിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ നടക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഉമ്മത്തിന്റെ പേരിൽ നടക്കുന്ന ഈ ഒരു അവരുടെ സെന്റിമെന്റ്സ് ആണ്, അത് അവരുടെ മതപരമായിട്ടുള്ള സെന്റിമെന്റ്സ്. അത് ഹ്യൂമാനിറ്റേറിയൻ കോസ് എന്ന രീതിയിലാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അത് ഹ്യൂമാനിറ്റേറിയൻ കോസ് അല്ല. ഫ്രീ പാലസ്തീൻ എന്നുള്ളത് ഉമ്മത്തിന്റെ പേരിൽ അവർ പറയുന്ന ഒരു സാധനമാണ്. കാരണം അതിന് മുമ്പ് ഒന്നും ഇവർ ഹ്യൂമാനിറ്റേറിയൻ കോസിന് റിയാക്ട് ചെയ്തിട്ടില്ല. ഇവർ ഇപ്പോഴും ഹ്യൂമാനിറ്റേറിയൻ കോസിനല്ല നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ സർക്കാർ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ കഫ്ക ഇട്ടിട്ടും അല്ലാതെ ഒക്കെ ആയിട്ട് റാലി നടത്തുന്നുണ്ട്. അത് സർക്കാരിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇങ്ങനത്തെ ഒരു കാര്യം ഇവർ യഹിയ സിൻവറിന്റെ ഇവരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് തന്നെ വരുന്നുണ്ട്. ഹമാസ് ഒക്ടോബർ 7 ശേഷം ഫെബ്രുവരി 5 എന്താണ് കശ്മീർ മെമ്മോറിയൽ ഡേയിൽ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൈബയായിട്ട് മീറ്റിംഗിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അസോസിയേഷൻ ഉള്ള അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പലസ്തീൻ പ്രശ്നം പോലെ തന്നെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂ ആണ് കശ്മീർ പ്രശ്നം. ഇവിടെ ഹ്യൂമാനിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മറ്റേ TK അബ്ദുള്ള ജമാഅത്ത് പറഞ്ഞാൽ വെറും മിനുക്കുപണിയാണ് ബാക്കിയുള്ളത്. ഉമ്മത്തിന്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെ ഇതൊരു ഗ്രോയിങ് കൺസേൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതിപ്പോ ഈ അടുത്ത് തന്നെ സുഡിയോക്കെതിരെ ഉപരോധം നടത്തിയിട്ടുണ്ട്. ടാറ്റ ബേബി കില്ലർ ആണ്, അങ്ങനെ ഉപരോധിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ടാറ്റയെക്കാളും ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ആണ്. DRDO ബറാക്ക് 8 പിന്നെ ഹെറോൺ പോലത്തെ ഡിവൈസ് ഒക്കെ വെച്ചിട്ടാണ് ഈ യുദ്ധത്തിന് തന്നെ നമ്മൾ പല മിസൈലും തിരിച്ചടിച്ചതും സർവൈലൻസ് ചെയ്തതൊക്കെ. ഇതൊക്കെ ഇസ്രായേലി ടെക്കാണ്. അപ്പൊ ഇന്ത്യ ഉപരോധിക്കണം എന്നുള്ള രീതിക്ക് ഇവർ പറയാം, അവരൊരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതാണ്. ഇത് ഉമ്മത്തിന്റെ പേരിൽ റാഡിക്കലൈസ് ചെയ്യാൻ നല്ല രീതിക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇവിടെയുള്ള 2 പാർട്ടികൾ, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇതിന് പോസിറ്റീവായി നിന്നിട്ട്
വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് കഫ്ക ഇട്ടിട്ട് നടക്കുകയുന്നത്. അപ്പൊ ഒരിക്കലും ഇതിപ്പോ ഈ യാസർഭായ് പറഞ്ഞ പോലെ ഇതിങ്ങനെ പ്രക്ഷോഭം നടക്കുന്ന ഇത് നാഷണൽ ആയിട്ട് ഒരു പ്രശ്നം തന്നെയായിട്ടാണ് വരുന്നത്. അത് ശരിയാ. പക്ഷെ ഈ സർക്കാരുകൾ ഒന്നും ചെയ്യില്ല. ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുക. അവർക്ക് വോട്ട് ബാങ്ക് ആണല്ലോ വേണ്ടത്. റാഡിക്കലൈസ് ആയി അവർക്ക് എന്താ, അവർക്ക് ഭരണം വേണം. ഇപ്പൊ ഈ പെണ്ണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് വന്നില്ലേ? എന്റെ ഒരു അഭിപ്രായത്തിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇനിയും പ്രക്ഷോഭങ്ങൾ നടക്കട്ടെ. അങ്ങനെ ഇത് കുറെ വരുമ്പോ കേന്ദ്ര സർക്കാരിന് ഇടപെട്ടിട്ട് ഇസ്രായേലും വേണ്ട ഇതും വേണ്ട, ഈ പ്രശ്നം ചർച്ച ചെയ്ത് ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാക്കരുത്, അപ്പൊ ഒരു നയം എടുക്കാൻ പറ്റും. ഇപ്പൊ പലസ്തീനു വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് രാജ്യത്തൊരു പ്രശ്നമാക്കരുതാണ് ഇപ്പൊ ഉള്ള നമ്മുടെ BJP കേന്ദ്ര സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വിരുദ്ധത, പലസ്തീൻ വിരുദ്ധത, മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഓപ്പറേഷൻ എന്നുള്ള രീതിയിലേക്ക് പോകും. എന്നാൽ ഇസ്രായേലിന് പ്രക്ഷോഭം വരട്ടെ, ആൾക്കാർ ഇസ്രായേലിന് വേണ്ടി സംസാരിക്കട്ടെ. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ബാൻ ചെയ്യാൻ പറ്റിയിട്ടെങ്കിൽ മൊത്തത്തിൽ ഈ മൂവ്മെന്റ് നമുക്ക് സൈലൻസ് ചെയ്യാൻ പറ്റും. എന്റെ അഭിപ്രായത്തിൽ ഇത്രയും അനാവശ്യമായിട്ട് എന്തൊക്കെ കമന്റുള്ള ആൾക്കാർ ഇടുന്നത്, ഇസ്രായേലിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ ഒക്കെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ വരുന്നത് നീയും മിസൈൽ കൊണ്ട് ചാവട, ബേബി കില്ലേഴ്സിന്റെ ശമ്പളം അല്ലേ വാങ്ങിക്കുന്നത്, നീ ചത്തു പോകണമെന്നൊക്കെയാ പറയുന്നത്. ഇത്ര റാഡിക്കലൈസ് ആയി കഴിഞ്ഞു ആളുകൾ. ഇതിനെ ഈ ഗവൺമെന്റ്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും UDF സർക്കാരും ഇതിനിങ്ങനെ വളമിട്ടുകൊണ്ടിരിക്കുക. സൈലന്റ് എനേബിളിംഗ്. ഇത് വലിയ പ്രശ്നമാണ്. ഇന്റേണൽ റാഡിക്കലൈസേഷൻ, ഹ്യൂമാനിറ്റേറിയൻ കോസ് എന്ന പേരിൽ ഒരുപാട് ഉമ്മത്തിന്റെ കാര്യത്തിൽ ഇവർ എത്തിച്ചു കഴിഞ്ഞു. ഇപ്പൊ തന്നെ റിസ്കി സിറ്റുവേഷനിലായിരിക്കുന്നത്. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വരട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തും ഇസ്രായേലിനെ സംസാരിച്ചും തിരിച്ചും അങ്ങനെ പ്രക്ഷോഭങ്ങളൊക്കെ വരുമ്പോ അവരൊരു റെസിസ്റ്റൻസ് നേരിടും. അങ്ങനെ ഇത് രാജ്യത്തിലേക്ക് ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ സപ്പോർട്ടും പാടില്ല, പലസ്തീൻ സപ്പോർട്ടും പാടില്ല എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ ഈ ക്യാമ്പയിനെ ഷട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു ശമനം വരും. കാരണം ഇതൊരു സൈഡ് മാത്രം ഇങ്ങനെ റാഡിക്കൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പെണ്ണ് സംസാരിച്ച പോലെ തന്നെ ഇസ്രായേലിന് വേണ്ടി ആൾക്കാർ ക്യാമ്പയിൻ നടത്തട്ടെ. ഇപ്പൊ കാനഡയിൽ ആക്ച്വലി ഇറാനിയൻസ് വിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഇറാൻ ഈസ് അഗെയിൻസ്റ്റ് ടെററിസം, കാനേഡിയൻസ് അഗെയിൻസ്റ്റ് ടെററിസം എന്ന് പറഞ്ഞാൽ അവർ നടത്തി. കാരണം പലസ്തീൻ റാലികൾ കണ്ട് ജനം മടുത്തു. എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവർ പറയുന്നത് തന്നെ മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള യുദ്ധം എന്നാ. മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള യുദ്ധമല്ല, ഉമ്മത്തിന് വേണ്ടിയാണ് അവർ സംസാരിക്കുന്നത്. കുറെ വോക്ക് മണ്ടന്മാര് മനുഷ്യത്വം സ്ഥലത്ത് പിള്ളേരൊക്കെ മരിക്കുന്നുണ്ട്, ആ ഒരു ട്രോപ്പിൽ വീണിട്ട് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോ തിരിച്ചറിഞ്ഞു തുടങ്ങി. ലോകമെമ്പാടും ഇപ്പൊ ടെററിസത്തിനെതിരെ ഉള്ള ക്യാമ്പയിനുകളായിട്ട് കാനഡയിലും US-ലും ഒക്കെ റാലികൾ നടത്തുന്നുണ്ട്. ജ്യൂ സപ്പോർട്ടായിട്ട് ആന്റി സെമിറ്റിസം വളരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇന്ത്യയിലും വരട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, ഇനി പൗലോജോൻ സംസാരിച്ചോ. ഞാനൊന്ന് പറയാം. അതായത് എന്താ പറയുന്ന, ഇന്ത്യയും അല്ല, ഇറാനും ഇസ്രായേലും എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളാണ്.